ശ്രീ ഹരിദാസ്, ചോദ്യം ചോദിച്ച കുട്ടിയെ വേണമെങ്കിൽ അധ്യാപകന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം. പക്ഷേ ചോദിച്ച ചോദ്യം അവിടെ അവശേഷിക്കും. എൻ വിജയൻ പറഞ്ഞതാണത് അല്ലേ? സ്വാഭാവികമായും കുഞ്ഞികൃഷ്ണൻ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം പാർട്ടിയെ വരും ദിവസങ്ങളിൽ അലട്ടിക്കൊണ്ടേയിരിക്കില്ലേ? അവിടുത്തെ കണ്ണൂരിലെ പാർട്ടിയെ മാത്രമല്ല, സംസ്ഥാനത്ത് മുഴുവൻ എല്ലാ മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ പലരും ഉൾഭയം ഉള്ളതുകൊണ്ടാണ് പുറത്തു പറയാതെ നിൽക്കുന്നത്. പക്ഷെ പല ഈ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുകളും പുറത്തു വരാനുള്ള സാധ്യതയില്ലേ? എന്തോ ഞാനൊരു ഒപ്റ്റിമിസ്റ്റ് അല്ല ശ്രീ അനിൽ നമ്പ്യാർ. ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്കില്ല. അതുകൊണ്ട് കാരണം 400 കോടി രൂപയുടെ ഒരു കരുവന്നൂർ അഴിമതി ഒരു KP അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ചാരിക്കൊണ്ട് കൈ കഴുകി ശുദ്ധരായവരാണ് അവർ, സംശുദ്ധരായിട്ട് മാറി നിൽക്കുന്നവരാണ് അവർ. നമ്മുടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് പദ്ധതിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മുൻ MLA അനിൽ അക്കരെ എന്തൊക്കെ പഠിച്ച പണിയെ നോക്കിയിട്ട് നമുക്ക് അതിന്റെ മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. എന്തിനേറെ ഒരു 6 iPhone അതിന്റെ ആ കെട്ടിടം പണി ഏറ്റെടുത്തിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായിട്ട് ആരിലേക്ക് എത്തി എന്ന് പോലും നമുക്കിപ്പോൾ കഴിഞ്ഞ 5 വർഷം ആദ്യത്തെ 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ സംഭവമാണ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി കഴിയാറായിട്ടും അത് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഒരു ഉന്നത നേതാവിന്റെ ഭാര്യ ഉപയോഗിക്കുന്നത് ആ 6 ഐഫോണിൽ ഒരു ഐഫോൺ ആണെന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ഒന്നും അത് പോയിട്ടില്ല. ഇപ്പൊ കട്ടിളപ്പാളി മറ്റേ ദ്വാരപാലക ശില്പ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് 3 കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് അകത്ത് കിടക്കുന്നത്. ഒരാൾ അകത്തല്ലെങ്കിലും ആശുപത്രിയിൽ കിടക്കുന്നത് ഇതേ കേസിന്റെ പിന്നിലാണ്. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനൊരു ഒപ്റ്റിമിസ്റ്റ് അല്ലാതിരിക്കുക. ഇവരുടേതായിട്ടുള്ള ചില സൂത്രപ്പണികളും ഇത്തരം തട്ടിപ്പ് നടത്തുമ്പോൾ ഇവർ പാലിക്കുന്ന ഒരു മുൻകൂർ ധാരണയുണ്ട്. അല്ലെങ്കിൽ മുൻകൂറായിട്ട് അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉന്നതരായ നേതാക്കളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കരുതലുണ്ട്. ആ കരുതലും അവരുടെ സ്വഭാവവും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഞാൻ പറയുന്നു. ഈ ഇപ്പോ ശ്രീ അസ്കറും ശ്രീ വേണു ഒക്കെ ഇത് കുഞ്ഞികൃഷ്ണനിലൂടെ ഒന്നും ഉണ്ടാവില്ല. ഒരു 2 ദിവസത്തെ വാർത്തയ്ക്കപ്പുറം ഇതിനപ്പുറം ഇന്ന് 10, 17, 20 പേരടങ്ങുന്ന അതിൽ ഞാൻ തല കൃത്യമായിട്ട് എണ്ണിയപ്പോൾ 9 സ്ത്രീകളുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു സംഗതിയാണ്. 9 സ്ത്രീകളെയെങ്കിലും അത്തരം ഒരു കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടൊരു ജാഥ നടത്തുമ്പോൾ പങ്കെടുപ്പിക്കാൻ അവർക്ക് ആയി എങ്കിൽ, പക്ഷെ അത് ഒരു 48 മണിക്കൂറിനകം അവരെയൊക്കെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ CPM എന്ന് പറയുന്ന പാർട്ടി, പ്രത്യേകിച്ച് കണ്ണൂരായതുകൊണ്ട് സാധിക്കും. ഇത് കൂടുതലൊന്നും ഈ കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നത്തിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂരും മാറുകയാണ്. പണ്ട് VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ച സമയത്ത് പിണറായി വിജയന്റെ കോലം കത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അത് മറക്കരുത്. എന്നിട്ട് എന്തുണ്ടായി ശ്രീ അനിൽ നമ്പ്യാർ? 9.25 വർഷമായിട്ട് ആ ദുരിതം നമ്മൾ പേറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു പ്രത്യേകത? നമുക്ക് ആ പിണറായി വിജയനെ നമുക്ക് 9.25 വർഷം നമ്മൾക്ക് കേരളീയർക്ക് സഹിക്കേണ്ടി വന്നില്ലേ? അപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്, ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള പ്രശ്നം കേരളത്തിലെ ഓരോ ഏരിയ കമ്മിറ്റിയിലും ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം ഒട്ടുമിക്ക സഖാക്കൾക്കും അറിയാമെങ്കിലും ഈ കുഞ്ഞികൃഷ്ണൻ ഈ പുറത്തു വിട്ടിട്ടുള്ളത് മാതിരി തുടർന്ന് ഞങ്ങളുടെ ജില്ലയിൽ നടക്കുന്ന, ഞങ്ങളുടെ ഏരിയയിൽ നടക്കുന്ന, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തിട്ടുകൊണ്ട് അതിലേക്ക് കൂടി പാർട്ടിയുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഈ അണികൾ ശ്രമിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം CPMന്റെ ഇന്നുള്ള അണികളും പ്രവർത്തകരും മുഴുവൻ ആണി ഇളകിയ അണികളായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് അന്നന്ന് കഴിഞ്ഞു പോകണമെന്നല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം നിലനിന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ യാതൊരുവിധ ആഗ്രഹവുമില്ലാത്ത അണികളാണ് ഇന്ന് CPMന്റെ ഏറ്റവും വലിയ ബലഹീനത എന്നാണ് എനിക്ക് പറയാനുള്ളത്.